പ്രിയമുള്ളവരെ, ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമല യുവതീ പ്രവേശന കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ പ്രതികരണവുമായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. NSS നൽകിയ കേസാണ് കോടതി പരിഗണിക്കുന്നത്. യുവതീ പ്രവേശനം ശരിയാണെന്നോ തെറ്റാണെന്നോ കോടതി പറഞ്ഞിട്ടില്ല. സർക്കാർ നിലപാട് തങ്ങൾ ചോദിച്ചിട്ടില്ല. സർക്കാർ അവരുടെ തീരുമാനം കോടതി അറിയിക്കട്ടെ എന്നും G. സുകുമാരൻ നായർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഞങ്ങൾ അതിന് വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളാണല്ലോ ഒരു കക്ഷി ഉള്ളത്. കോടതി തിരിക്കുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റും. സർക്കാരിന്റെ നിലപാടും ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല. ഞങ്ങള് കൊടുത്ത കേസാണ്. അത് സുപ്രീം കോടതിയിൽ ഫുൾ ബെഞ്ചിന്റെ ഈ 9-അംഗ ബെഞ്ചിന്റെ പരിഗണന വരെ വന്നു. ശരിയാണെന്നോ തെറ്റാണോ എന്ന് കോടതി പറഞ്ഞിട്ടില്ല. അതിപ്പം ഈ വീണ്ടും ചർച്ചാ വിഷയമാകുകയാണ്. അതിന് വേണ്ട വാദി എന്ന നിലയിൽ വേണ്ട കാര്യങ്ങൾ പ്രിക്കോഷൻസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാനതൊന്നും പറയാൻ ഇപ്പം ആളല്ല. അവിടെ അവരുടെ തീരുമാനം അറിയട്ടെ. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, ഇപ്പോൾ NSS സെക്രട്ടറി സുകുമാരൻ നായർ പറയുന്നത് ആ കേസിൽ പ്രധാന കക്ഷിയാണ് NSS. സർക്കാരിന്റെ തീരുമാനം അറിയട്ടെ, അതിനെക്കുറിച്ച് ഇപ്പോഴൊന്നും പറയുന്നില്ല എന്നാണ്. എന്തായാലും തിങ്കളാഴ്ച സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗം പറയണം. NSS എടുത്തിരിക്കുന്ന നിലപാട് യുവതീ പ്രവേശനത്തിനെതിരായ നിലപാടാണ്. നിലവിൽ സർക്കാർ അങ്ങോട്ട് നിലപാടെടുക്കുമെന്നാണോ NSSന്റെ പ്രതീക്ഷ? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായും നമുക്കറിയാം, സമീപകാലങ്ങളിൽ സർക്കാർ അനുകൂലമായ നിരവധിയായ കാര്യങ്ങൾ G. സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. സർക്കാരിനെ, അതായത് ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിലായാലും ശരി, ശബരിമല സ്വർണ്ണ വിഷയത്തിലായാലും ശരി, ഒരു ഘട്ടത്തിൽ പോലും G. സുകുമാരൻ നായർ സർക്കാരിനെ തള്ളി പറഞ്ഞിട്ടില്ല. സർക്കാരിനൊപ്പം തന്നെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രതികരണമാണ് നടത്തിയിരുന്നത്. സ്വാഭാവികമായും ഈ ഒരു വിഷയത്തിൽ സർക്കാരിന്റെ നയങ്ങളിലും നീക്കങ്ങളിലും ഒക്കെ തന്നെ മാറ്റങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ NSSന് അനുകൂലമായി അല്ലെങ്കിൽ ഈ സ്ത്രീ വിവേചന കേസിൽ ഇത്തരത്തിലൊരു നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ എന്തായാലും NSSനുണ്ട് എന്നുള്ളതാണ്. പക്ഷേ NSS ജനറൽ സെക്രട്ടറി തന്നെ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങൾ സർക്കാരിന്റെ അഭിപ്രായം തേടുകയോ അല്ലെങ്കിൽ അവരുടെ എന്താണെന്ന കാര്യത്തിൽ ഒരു ഇടപെടാൻ പോയിട്ടില്ല എന്നുള്ള കാര്യമാണ്. അവരുടെ കാര്യങ്ങൾ അവർ തീരുമാനിക്കട്ടെ, സർക്കാരിന്റെ അഭിപ്രായം എന്താണെന്ന് സർക്കാർ പറയട്ടെ എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ലാതെ അതിൽ കൂടുതലായി പ്രതികരിക്കാനില്ല എന്നതാണ്. എന്തായാലും ഈ കോടതിയിൽ വന്നിരിക്കുന്ന വിഷയം, അതിലൊരു അനുകൂലമോ അല്ലെങ്കിൽ പ്രതികൂലമോ ഒരു തീരുമാനം ഇതുവരെ കോടതി എടുത്തിട്ടില്ല. അപ്പോൾ ആ കോടതിയുടെ വാദങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പൂർത്തിയായ ശേഷം കൂടുതൽ പ്രതികരിക്കാം. നിലവിൽ കോടതിയുടെ പരിഗണനയിരിക്കുന്ന കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നുള്ള കാര്യമാണ് G. സുകുമാരൻ നായർ പറയുന്നത്. അതിൽ അനുകൂലമാണ്, അതായത് കോടതിയാണ് തീരുമാനിക്കുന്നത്. അതിൽ നേരത്തെ കൂട്ടി കമ്മിറ്റി പറയുന്നത്, അതായത് അനുകൂലമായി ലഭിക്കുന്ന പ്രതീക്ഷ പറയാനൊന്നും തന്നെ തയ്യാറാകുന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും സർക്കാരിന്റെ തീരുമാനം സർക്കാർ എടുക്കട്ടെ എന്ന നിലപാട് കൂടി സ്വീകരിക്കുന്നു. ഡോക്ടർ അരുൺകുമാർ. താങ്ക് യു. അഖിലാണ് വിവരങ്ങൾ നൽകിയത്.